അതിപുരാതനവും പ്രസിദ്ധവുമായ തിരുവാറന്മുള ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ആചാരനിബിഡമായ ചടങ്ങാണ് വള്ളസദ്യ. പത്തനംതിട്ട ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഗ്രഹമുള്ളതും ഇവിടെ തന്നെയാണ്. പാണ്ഡവരിൽ മധ്യവനായ അർജുനന് വിശ്വരൂപം കാട്ടിയ പാർത്ഥസാരഥി സങ്കല്പത്തിലാണ് ഭഗവത് പ്രതിഷ്ഠ. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പല വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത്. കർക്കിടക മാസം 15 മുതൽ കന്നിമാസം 15 വരെയാണ് സാധാരണഗതിയിൽ വള്ളസദ്യ വഴിപാടുകൾ നടക്കാറുള്ളത്. ഭക്തർ അഭീഷ്ടസിദ്ധിക്കായി ഭഗവാന് നടത്തുന്ന വഴിപാടാണ് ആറന്മുള വള്ളസദ്യ. പമ്പയുടെ തീരത്താണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിൻ്റെ പടവുകൾ ചെന്നെത്തുന്നത് നദിയിലേക്കാണ്. കിഴക്കെടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെയുള്ള 52 കരകളിൽപ്പെട്ട ഏതെങ്കിലും പള്ളിയോടങ്ങൾക്കാണ് നമുക്ക് വള്ളസദ്യകൾ സമർപ്പിക്കാൻ സാധിക്കുക. വള്ളസദ്യ വഴിപാടായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിന് സമീപമുള്ള പള്ളിയോട സേവാ സംഘം ഓഫീസിൽ നേരിട്ടെത്തിയോ ഫോൺ വിളിച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒന്നോ അതിൽ കൂടുതലോ പള്ളിയോടങ്ങൾക്ക് വഴിപാട് സദ്യ ബുക്ക് ചെയ്ത ശേഷം വഴിപാട് വള്ളസദ്യ നടക്കുന്ന ദിനം രാവിലെ ക്ഷേത്രത്തിലെത്തി ഭഗവത് ദർശനം കഴിഞ്ഞ ശേഷം നമ്മൾ ഏത് പള്ളിയോടത്തിനാണോ വള്ളസദ്യ നടത്തുന്നത് ആ പള്ളിയോടത്തിൽ ചാർത്തുവാനുള്ള മാല ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് വാങ്ങിക്കണം. ഞങ്ങൾ രാവിലെ ക്ഷേത്രത്തിലെത്തി മാലയൊക്കെ പൂജിച്ച് വാങ്ങിച്ചു. എൻ്റെ ഭാര്യ സഹോദരി പൂതൂർ കിഴക്ക് പള്ളിയോടത്തിന് നടത്തിയ വള്ളസദ്യയുടെ ദൃശ്യങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. അടുത്തതായി കൊടിമരത്തിന് സമീപം ആനക്കൊട്ടിലിൽ നിരത്തി വെച്ചിരിക്കുന്ന നിലവിളക്കുകളിൽ 2 എണ്ണത്തിൽ വഴിപാടുകാർ തിരി തെളിയിക്കുക എന്നുള്ളതാണ്. ഒരു നിലവിളക്ക് ഭഗവാനും മറ്റൊരെണ്ണം പള്ളിയോടത്തിനുമുള്ളതാണ്. അതിനുശേഷം നിലവിളക്കിന് മുമ്പിലായി പറ നിറയ്ക്കുന്നു. അതും 2 എണ്ണം തന്നെ, ഒരെണ്ണം ഭഗവാനും മറ്റൊരെണ്ണം പള്ളിയോടത്തിനും. നമ്മൾ പറ നിറച്ച ശേഷം പള്ളിയോടത്തിന് പല ഘട്ടത്തിലായി കൊടുക്കാനുള്ള പിറ്റപ്പുകിലയും താലപ്പൊലിയും ഒക്കെ അവിടെ ഒരുക്കുന്നു. ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നമ്മൾ നേരെ പള്ളിയോട കടവിലേക്കാകണം പോകുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു വാങ്ങിയ ആ മാല
പള്ളിയോടത്തിൽ ചാർത്തുക എന്നുള്ളതാണ് അടുത്തതായി ചെയ്യേണ്ടത്. ഞങ്ങൾ വഴിപാട് നൽകുന്ന പൂവത്തൂർ കിഴക്ക് കരയുടെ പള്ളിയോടമാണിത്. ഇങ്ങനെ 52 കരകൾക്കും 52 പള്ളിയോടങ്ങളുണ്ട്. ഈ ഓരോ പള്ളിയോടത്തിലും ഭഗവത് സാന്നിധ്യം ഉള്ളതായിട്ടാണ് ഭക്തരുടെ വിശ്വാസം. പള്ളിയോടത്തെ അണിയിച്ചൊരുക്കിയ ശേഷം വഴിപാടുകാർ കരയിലെത്തി പള്ളിയോടത്തെ യാത്ര അയക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. പള്ളിയോടത്തിന് വെറ്റപുകില നൽകി യാത്ര അയക്കുന്നു. പള്ളിയോടം കടവിൽ നിന്ന് ആറന്മുളയിലേക്ക് പുറപ്പെട്ട ശേഷം കരയിലൂടെ വഴിപാടുകാർ ആറന്മുള ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. പള്ളിയോടം തുഴഞ്ഞ് ക്ഷേത്രക്കടവിലെത്തുമ്പോഴേക്കും അഷ്ടമംഗല്യവും താലപ്പൊലിയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി വെറ്റുപുകിലയുമായി വഴിപാടുകാരൻ പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാനായി ക്ഷേത്രക്കടവിലെത്തുന്നു.
കരക്കാരെ സ്വീകരിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വന്ന് ഭഗവാനെ പ്രകീർത്തിച്ച് പള്ളിയോടെ കരക്കാർ പാടുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഭഗവാനെ പാടി സ്തുതിച്ച ശേഷം പള്ളിയോടെ കരക്കാരും വഴിപാടുകാരൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ആളുകളും സദ്യാലയത്തിലേക്ക് വഴിപാട് സദ്യ കഴിക്കുവാനായി പോകും. വഴിപാട് സദ്യ സ്വീകരിക്കുന്ന ഒരാൾ ഭഗവാനാണ് എന്നൊരു സങ്കല്പവും ഇവിടെയുണ്ട്. ഇലയിൽ വിളമ്പുന്ന 44 വിഭവങ്ങളും പാടി ചോദിക്കുന്ന 20ഓളം വിഭവങ്ങളും കൂടിയാവുമ്പോൾ 64 വിഭവങ്ങളുമായി സദ്യകളുടെ രാജാവായി ആറന്മുള വള്ളസദ്യ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നു. സദ്യപ്പാട്ടിലൂടെ പാടി ചോദിക്കുന്ന എന്തും നൽകണമെന്നുള്ളതാണ് പണ്ട് മുതൽക്കേ ഇവിടെയുള്ള ഒരു ആചാരം. ഒന്നും ഇല്ല എന്ന് പറയുവാൻ പാടില്ല. ഭഗവാനെ സങ്കല്പിച്ച് ആദ്യം വിളക്കത്ത് വിളമ്പിയ ശേഷമാണ് മറ്റുള്ളവർ സദ്യ സ്വീകരിക്കുക.
കൊണ്ടുവായോ തേൻ കുടിക്കാൻ ചുക്കു വെള്ളം ജീവ രണ്ടും കൊണ്ടുവായോ തേൻ കുടിക്കാൻ ചുക്കു വെള്ളം കൊണ്ടു അവിടെ ചുറ്റിക്കട്ടിയ മടന്ത ചുറ്റിക്കട്ടിയ മടന്ത തോരനാക്കി കൊണ്ടുവായോ ചുറ്റിക്കെട്ടിയ മടന്ത തോരനാക്കി കൊണ്ടുവായോ ചുറ്റിക്കെട്ടിയ മടന്ത തോരനാക്കി കൊണ്ടുവായോ. വള്ളസദ്യയിൽ വഴിപാട് നൽകുന്ന പള്ളിയോടെ കരയ്ക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുമാണ് ആദ്യ പരിഗണന. ഏറ്റവും അവസാനമാണ് വഴിപാടുകാരൻ കഴിക്കുക. എത്രയോ കാലം മുമ്പ് ദേശാന്തരങ്ങൾ കടന്ന ആറന്മുളയുടെ രുചി എൻ്റെ സുഹൃത്തുക്കളായ നെതർലാൻഡ്സിൽ നിന്നുള്ള നാൻ നെയ്ബറിലൂടെയും സൗത്ത് ആഫ്രിക്കക്കാരായ ദാഗ ഫാമിലിയിലൂടെയും ഒരിക്കൽ കൂടി ദേശാന്തരങ്ങൾ കടന്നു. പഴങ്ങളിൽ നല്ല പഴം കൈതച്ചക്കയതും അവിടെ പൂഴക്കാരുടെ പൂഴക്കാരുടെ പാൽപ്പായസം കൊണ്ടുവായോ അമ്പല പൂഴക്കാരുടെ പാൽപ്പായസം കൊണ്ടുവായോ പോതിങ്ങോട്ടു തന്നാലും പോതിങ്ങോട്ടു തന്നാലും ിക്കേണ്ട ഗോപിമാരെ പോതിങ്ങോട്ടു തന്നാലും രക്ഷിക്കേണ്ട ഗോപിമാരെ തന്റെ പൊന്നിടം വെച്ചും രഘുനാഥന്റെ ഇഷ്ടഭോജനമാമ നീലക്കരിമ്പേ. ഹനുമാൻ സ്വാമിയുടെ ഇഷ്ടപരിപാടായ വടമാലയോ ഹനുമാൻ സ്വാമിയുടെ ഇഷ്ടപരിപാടായ വടമാലയോ. പാടി ചോദിക്കുന്ന വിഭവങ്ങൾ പാട്ടുപാടി ചോദിക്കുന്ന ആളിൻ്റെ സമീപത്തുള്ള ആളുകൾക്കാണ് കൂടുതലും ലഭിക്കാറ്. പൂർണ്ണമായും പന്തി മുഴുവനായി അങ്ങനെയുള്ള വിഭവങ്ങൾ വിളമ്പാറില്ല. തൈരു കൊണ്ടുവായോ ചേനപ്പാടി രാമച്ചാരു തൈരു കൊണ്ടുവായോ ചേനപ്പാടി രാമച്ചാരു തൈരു കൊണ്ട് അവിടെ
ഒഴുകും പമ്പതൻ തീർത്ഥം ക്ഷിപ്രാവിഞ്ഞു കൊണ്ടുവായോ ഒഴുകും പമ്പതൻ തീർത്ഥം ക്ഷിപ്രാവിഞ്ഞു കൊണ്ടു ജഗതീതകതോ ദീതോ ദിത്തോ യോഗ്യമായ സൽക്കാരത്തെ ഭാഗ്യവാന്മാർ സൽക്കരിച്ച യോഗ്യമായ സൽക്കാരത്തെ സന്തോഷിച്ചും സൽക്കരിച്ചു സന്തോഷിച്ചും സൽക്കരിച്ചയക്കെയും ചെയ്യൂതേ സന്തോഷിച്ചും സൽക്കരിച്ചയക്കെയും ചെയ്യൂ പള്ളിയോട് കരക്കാരും ക്ഷണിക്കപ്പെട്ട അതിഥികളും കഴിച്ച ശേഷം വഴിപാടുകാർ ആഹാരം കഴിക്കും. അതിനുശേഷമാണ് പള്ളിയോട് കരക്കാർ പറ സ്വീകരിക്കാനായി കൊടിമര ചുട്ടിലേക്ക് എത്തുന്നത്. Yeah.
ഏവരും കഴിച്ച ശേഷം കൊടിമരച്ചൂട്ടിലേക്ക് പള്ളിയോടക്കരയിലുള്ളവർ വന്നെത്തി ഭഗവാനെ സ്തുതിച്ച് പാടിയ ശേഷമാണ് പറ സ്വീകരിക്കുക. ആറന്മുളയുടെ ഹൃദയതാളമായ വഞ്ചിപ്പാട്ടിന് പ്രായമോ ദേശമോ ഭാഷയോ ഒന്നും അതിരുകളല്ല എന്നുള്ളത് വെളിവാക്കുന്ന കാഴ്ചകൾ. ഇനിയാണ് പൂവത്തൂർ കിഴക്ക് പള്ളിയോടക്കരയുടെ ആ വർഷത്തെ ക്യാപ്റ്റനായിരുന്ന അനീഷ് അരവിന്ദ് പള്ളിയോടക്കരയ്ക്ക് വേണ്ടി പറയും ദക്ഷിണയും സ്വീകരിച്ച് പ്രസാദം നൽകുന്നത്. അതിനുശേഷം വഴിപാടുകാരൻ വിറ്റപുയില നൽകി അഷ്ടമംഗല്യ അകമ്പടിയോടുകൂടി പള്ളിയോടക്കരക്കാരെ യാത്രയാക്കുന്നതാണ് കാണുന്നത്. സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്ന പള്ളിയോടക്കരക്കാർ വഴിപാടുകാരോട് യാത്ര ചോദിക്കുന്ന രംഗമാണിത്. നമസ്കാരം
വള്ളസദ്യ സ്വീകരിച്ച് വഴിപാടുകാരനോട് യാത്രയും ചൊല്ലി കരയിലേക്ക് പള്ളിയോടും മടങ്ങുന്നതോടുകൂടി വള്ളസദ്യയുടെ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. വീഡിയോ കണ്ട ഏവർക്കും നന്ദി. നമസ്കാരം.